ഞങ്ങൾക്ക് കാശ് വെക്കണുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും സപ്പോർട്ട്, ആ സമയത്ത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഡേറ്റിൻ്റെ തലേ ദിവസം പൗണ്ട് റേറ്റ് കുറയുകയും ചെയ്ത് ഒരു 8,30,000 രൂപയ്ക്ക് എനിക്ക് ഫീസ് അടയ്ക്കാൻ പറ്റി. ആ പൈസ റെഡി ആയത് ആ തലേ ദിവസമാണ് എനിക്ക് പൈസ റെഡി ആയത്. ഞാനങ്ങനെ ഫീസ് അടച്ചു. ഫീസ് അടച്ച് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അനിയനും കൂടെ ഒരു പ്രശ്നമുണ്ടായി. ഞങ്ങൾ തമ്മിൽ തല്ലുപിടിച്ചപ്പോൾ ഇവൻ ഭയങ്കര ഒരു പാവമാണ്. അവൻ അധികം സംസാരിക്കുക അങ്ങനെ ഒന്നുമല്ല, നല്ലൊരു മോനാണ്. അപ്പോൾ ഇവനെന്നെ ഭയങ്കരമായിട്ട് എൻ്റെ മേത്തോട്ട് ഇങ്ങനെ കൈ എന്നെ പിടിച്ച് തിരിച്ചപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇവൻ എന്താണ് ഇങ്ങനെ ചെയ്തത്? ഇവനിങ്ങനെ ഒന്നും റിയാക്ട് ചെയ്യാത്ത ഒരാളാണല്ലോ. ഞങ്ങളുടെ പപ്പയോ ഞങ്ങളുടെ കൂടെ ഇല്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണില്ല, ഇവനും എന്ത് ഇങ്ങനെ കാണിക്കണമെന്ന് ചോദിച്ചു. കാരണം അച്ഛനെപ്പോഴും പറയും നമ്മുടെ ലൈഫിൽ ഒരു കുരിശുണ്ടാവും, ആ കുരിശ് സ്നേഹത്തോടെ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് പോകണമെന്നും. അപ്പം ഞങ്ങൾ ഈ പ്രോസസ്സിങ്ങിന് ഇറങ്ങിയപ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ലൈഫിൽ ഒരുപാട് സഹനങ്ങൾ വരും, നമ്മളത് നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് മാതാവിനോട് കൂടെ നിന്ന് പോയാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പം ഞാനിവിടെ പരിചയപ്പെട്ട ചേച്ചീനായിട്ട് എപ്പോഴും കോൺടാക്ട് ചെയ്യും. അപ്പോഴാ ചേച്ചി എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കും, മാതാവിനെ പറ്റി പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവിൻ്റെ മണം കിട്ടിയായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു മാതാവ് എന്തായാലും കൂടെയുണ്ട്. കാരണം ഉടമ്പടി എടുത്ത ആ ടൈമിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു വെച്ചത് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്, ഞങ്ങളെ മാത്രം മാതാവ് തിരിഞ്ഞു നോക്കണില്ല, ഞങ്ങളെ മാത്രം അനുഗ്രഹിക്കണില്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നു വെച്ചത്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു രീതിയിൽ മാതാവ് കൂടെയുണ്ടെന്ന് മാതാവ് തെളിയിച്ചത്. അപ്പം അതിൻ്റെ തലേ ദിവസം ഞാൻ എൻ്റെ അനിയനായിട്ട് തലയിലിരിക്കുന്ന തലേ ദിവസം അന്ന് വൈകിട്ട് മമ്മി വന്നിട്ട് എൻ്റെ അടുത്ത് തുടങ്ങി മാതാവിൻ്റെ മണം കിട്ടിയായിരുന്നു എന്ന് പറയും. ഞാൻ പറഞ്ഞു എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് മാതാവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, മമ്മിയുടെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മമ്മി പ്രാർത്ഥനയിലാണ്. അപ്പോൾ എന്നാലും എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇവനായിട്ട് തല്ലു പിടിച്ചേക്കണോണ്ട്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാതാവേ അവൻ എന്ത് തെറ്റിലാണ്, അവൻ എന്ത് ഇങ്ങനെ കാണിക്കണമെന്ന് അറിയില്ല, നീ ഞങ്ങൾക്ക് കാണിച്ച് തരണം എന്ന് പറയും. മമ്മിയും ഞാനും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇത് തന്നെ പറഞ്ഞു, മാതാവ് കാണിച്ചു തരുമെന്ന്. ഒരു ദിവസം കഴിഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം രാത്രി ഞാനും മമ്മിയും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയും, ഒന്നും മാതാവ് കാണിച്ചെന്നില്ലല്ലോ മമ്മി എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. അന്നൊരു 1:30 മണിയായപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുൻപിൽ വന്ന് ആരോ കൊട്ടി. ഞങ്ങൾ തുറന്ന് നോക്കിയപ്പോൾ കുറേ ആൾക്കാർ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണം. അപ്പോൾ എൻ്റെ അനിയൻ എന്തെന്ന് ചോദിച്ചു. ഞാൻ പറയും അവൻ ഉറങ്ങണേ എന്ന് പറഞ്ഞു. അവനെ വിളിക്കാൻ പറഞ്ഞു. അവനെ വിളിച്ചപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ പോലീസിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ മമ്മി മതിലും ചാരി മാതാവിൻ്റെ കാശുരൂപം കഴുത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇതും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ മമ്മിയുടെ അടുത്ത് നിന്നിട്ട് പറയും, മമ്മി കൂളായിട്ടിരിക്കുക, നമ്മുടെ കൂടെ മാതാവിൻ്റെ എന്തായാലും നമുക്ക് കേൾക്കാമെന്ന് പറഞ്ഞു.